സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ വീണ്ടും ഒരു മരണം കൂടി. ഇടുക്കി സൂര്യനെല്ലിയിൽ 37-കാരിയാണ് കൊല്ലപ്പെട്ടത്. തിരുവള്ളൂർ ഉന്നതിയിലെ മാരി ആണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന കുഞ്ഞിന് പരിക്കേൽക്കുകയും ചെയ്തു. മൂടൽമഞ്ഞ് കാരണം റോഡ് സൈഡിൽ നിലയുറപ്പിച്ചിരുന്ന 2 കാട്ടാനകളെ കാണാൻ സാധിച്ചില്ല എന്ന് കൂടെയുണ്ടായിരുന്നവർ പറയുന്നു. ജോയ്മോൻ വിവരങ്ങളുമായി ചേരുന്നു. ജോയ്മോൻ, രാവിലെ ഇവർക്ക് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? കൂടുതൽ പേരുണ്ടായിരുന്നോ ഈ മാരിക്കൊപ്പം? കുഞ്ഞിൻ്റെ ആരോഗ്യനില എങ്ങനെയാണ്? സനീഷ്, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടക്കുന്നത്. ഇടുക്കി ചിന്നക്കനാലിൽ സിംഗകണ്ഠം സ്വദേശിയായ മാരി തൻ്റെ മകനുമായി സ്കൂളിലേക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു അപകടം സംഭവിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ പ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ നല്ല കോടമഞ്ഞും അതോടൊപ്പം തന്നെ ശക്തമായ മഴയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനക്കൂട്ടം, അതായത് 2 ആനകൾ ഈ റോഡ് സൈഡ് നിലയുറപ്പിച്ചിരിക്കുകയും അതിന് സൈഡിൽ തന്നെ മറ്റ് ആനകളും ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയുന്ന വിവരങ്ങൾ. ഇത്തരത്തിൽ കാട്ടാനകൾ റോഡ് സൈഡിൽ നിലയുറപ്പിച്ചിരുന്നത് കാണാൻ സാധിച്ചിരുന്നില്ല. ഇതിന് പ്രകാരം ഈ കാട്ടാനയുടെ മുന്നിൽ പോയി അകപ്പെടുകയായിരുന്നു. പിന്നാലെ ആക്രമണത്തിൽ മാരിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും മാരി സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ആക്രമണത്തിൽ മാരിയുടെ മകനും ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മകൻ്റെ പരിക്കുകൾ ഗുരുതരമല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നിലവിൽ മകനെ ഈ അടിമാലിയിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മാരിയുടെ മൃതദേഹം തുടർ നടപടികൾക്കായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ചിന്നക്കനാൽ മേഖല എന്ന് പറയുന്നത് പലപ്പോഴും ഇതുപോലെ കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യം ഉണ്ടായിട്ടുള്ള മേഖലയാണ്. നമുക്കറിയാം, മരിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആനകൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ കാട്ടാന ആക്രമണങ്ങൾ പതിവാകുന്നതും അതുപോലെ മരണങ്ങൾ ഉണ്ടാകുന്നതും മുൻപും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സമാനമായ ഒരു സംഭവമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും ദാരുണം, അല്ലെങ്കിൽ ഏറ്റവും സങ്കടകരമാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം മകനുമായി സ്കൂളിലേക്ക്, അല്ലെങ്കിൽ മകനെ സ്കൂളിലാക്കാൻ പോകുന്ന വഴിയാണ് ഇത്തരത്തിലൊരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. സനീഷ്, അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള സ്ഥിതിയാണ്. 37 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരാളാണ്, ഒരു സ്ത്രീയാണ് മരിച്ചത്. കുഞ്ഞിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.